സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം? അവർ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അതെന്ന് പറയുന്നത് സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ വചനമാണ്. അതായത് തന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അതായത് ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് മക്കളോട് പറയുകയാണ്. അവരിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ, അതായത് വയസ്സാവുകയാണെങ്കിൽ, അവരോട് നീ ഛേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല. അവരോട് കയർക്കരുത്, അവരോട് നീ മാന്യമായ വാക്ക് പറയണം. അപ്പോൾ ദൈവം തമ്പുരാൻ പറയണു, നിങ്ങളെ മാതാപിതാക്കൾ വയസ്സായി അവർ കഴിവ് കെട്ടവരാവും. നിങ്ങളെ ഒരു കാലത്ത് വാത്സല്യപൂർവ്വം സ്നേഹിച്ച് വളർത്തി നിങ്ങളുടെ കൈയും കാലും മുഖവും കണ്ണും മൂക്കും എല്ലാം വളരുന്നത് കണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ അർപ്പിച്ച ആ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയാൽ നിങ്ങൾ അവരോട് ഛേ എന്നൊരു വാക്ക് പറയരുത്, നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്നുണ്ട് ഖുർആനിൽ ഒരു വിശകല നേരത്തെ ചോദിച്ച് ഖുർആനിൽ എന്താണുള്ളത്, ഖുർആനിൽ മനുഷ്യന് ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊരു തള്ളയാണ്, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ഇനി മക്കളുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഓരോരുത്തർക്ക് മക്കളുണ്ടാകുന്ന പോയി അന്വേഷിക്കുന്ന ചുമതലയല്ലല്ലോ നമുക്ക്. 10 മാസം അല്ലെങ്കിൽ 9 മാസം 9 ദിവസം 9 മണിക്കൂർ ഇങ്ങനെ വയറ്റിൽ കൊണ്ട് നടന്ന് ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പ്രസവിച്ച് ആ കുട്ടിയെ എടുത്ത് പാല് കൊടുത്ത് വളർത്തിയ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നു. തൂറിയാലും പെടുത്താലും എന്തെല്ലാം ഇത് കാണിച്ചാലും ആ കുട്ടികളോട് മാതാപിതാക്കൾക്ക് യാതൊരു ദേഷ്യവും തോന്നില്ല. അതേസമയം ഒരു മാതാവോ പിതാവോ വയസ്സായി അറിയാതെ ഒന്ന് മൂത്രമൊഴിക്കുകയോ അറിയാതെ ഒന്ന് കക്കൂസി പോവുകയോ ചെയ്തു പോയാൽ അവരെ വീട്ടിനകത്ത് ചെയ്തു, അയ്യോ ഈ വയസ്സൻ എന്താണ് കാണിച്ചത്, നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ മൂത്രമൊഴിച്ചത്, നിങ്ങൾ എന്തിനാണ് കക്കൂസ് ഇവിടെ ആവശ്യം പോലെ ഇല്ലേ നിങ്ങൾക്ക് പൊയ്ക്കൂടായിരുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾ ആ കുട്ടിയെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് ആ കുട്ടികളെ ചിന്തിക്കില്ല. കാരണം അവർക്ക് ചിന്തിക്കാൻ സമയമുണ്ട്. അവർക്കും കുട്ടികൾ ഉണ്ടാവുകയാണ്. ആ കുട്ടികളെ എങ്ങനെയാണ് അവർ പരിരക്ഷിക്കുന്നത്? അവർക്ക് വേണ്ടി എത്ര ലക്ഷം വേണമെങ്കിലും സ്വന്തം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കും. അതേസമയം മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം വരുമ്പോൾ അവർ കണക്ക് പറയും. സഹോദരങ്ങൾ തമ്മിൽ വേണമെങ്കിൽ കണക്ക് പറയും. ഞാൻ ഇത്രയും നാൾ എൻ്റെ മാതാപിതാക്കളെ നോക്കിയില്ലേ, ഞാൻ ഇത്രയും പൈസ ചെലവഴിച്ചില്ലേ, നീ ഇനി ചെലവഴിക്ക് എന്നും പറഞ്ഞ് സഹോദരങ്ങൾ തർക്കിന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലോകമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് മാതാപിതാക്കൾ സ്വന്തം കുട്ടികൾക്ക് വേണ്ടി എന്തും വിൽക്കാൻ തയ്യാറാവുന്നു. സ്വന്തം വീട് പോലും വിറ്റ് അവരവരുടെ ചികിത്സ നടത്തും മക്കളുടെ. അതേ മക്കൾ ആ മാതാപിതാക്കൾ വയസ്സായി വാർദ്ധക്യത്തിലെത്തി പിന്നെ അവരുടെ മക്കളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഏതെല്ലാം തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന് നമ്മൾ കണക്കാക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇത് സൂറത്തുൽ ഇസ്രായിൽ 23-ാമത്തെ അധ്യായമാണ്. എന്നിട്ട് പറയുന്നു, വഖ്ഫുദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മത്തി വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കാരുണ്യത്തോടു കൂടി എളിമയുടെ ചിറക് നീ അവർ ഇരുവർക്കും താഴ്ത്തി കൊടുക്കണേ തമ്പുരാനെ, എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇവർ ഇരുവരും എന്നെ എങ്ങനെയാണ് പോറ്റി വളർത്തിയത്, ഇവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുക. അതായത് ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ എന്നെ സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തിയിരുന്നതോ അതുപോലെ പടച്ചവനോട് പറയാണ്. അതായത് ദൈവം തമ്പുരാനോട് പറയത്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ സ്നേഹിക്കണമേ, നീ അവർക്ക് നന്മ ചെയ്യണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു പറയുന്നു. അതായത് പടച്ച തമ്പുരാൻ നമ്മുടെ സൃഷ്ടികർത്താവ് പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ലോകത്തേതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉണ്ടാവും. സ്വന്തം മാതാപിതാക്കളാ, അമ്മ പ്രസവിച്ചു, ഇപ്പം അമ്മയെ പിന്നെ ഇവിടെ അമ്മയ്ക്കൊരു വിലയില്ല, പശുവിന് വിലയുണ്ട്. പശു എന്ന് പറയുന്ന അമ്മയാണെന്ന് പറയും. അപ്പോൾ സ്വന്തം അമ്മ ആരാണ്?
നമ്മൾ ഉദാഹരണം എടുക്കുന്നത് നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്ററായ മോഡിയെ തന്നെ എടുക്കുക. മോഡി അമ്മ എത്ര വർഷം നോക്കിയിട്ടുണ്ട്? നോക്കിയിട്ടില്ല. പ്രൈം മിനിസ്റ്ററായി 10 വർഷമായിരുന്നു. ഒരു 10 ദിവസം കൊണ്ടുപോയി ആ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പിന്നെ അവരെ നോക്കിയിട്ടുണ്ടോ? പിന്നെ 2, പ്രൈം മിനിസ്റ്റർ ആവുന്നതിന് മുമ്പേ പ്രധാനമന്ത്രിയായ മോഡി ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ സ്ത്രീയെ നോക്കിയിട്ടുണ്ടോ? സ്വന്തം ഭാര്യയെ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ ഇന്നും ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രൈം മിനിസ്റ്ററായി എന്തെല്ലാമായി പിന്നെ അദാനിക്കും അംബാനിക്കും വേണ്ടി പണിയെടുക്കുന്ന മോഡി സ്വന്തം ഭാര്യയെ നോക്കിയിട്ടില്ല, സ്വന്തം അമ്മയെ നോക്കിയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ദൈവഭയമുള്ളവൻ സ്വന്തം അമ്മയെ അവൻ പരിരക്ഷിക്കും, സ്വന്തം ഭാര്യയെ നോക്കും. അവർക്ക് മക്കളില്ല. അപ്പോൾ മക്കളില്ലാത്തവരാണ് പറയുന്നത് കുറേ പിന്നെ മോഹൻ ഭാഗവത്തായിരുന്നാലും പിന്നെ അങ്ങനെയുള്ള കുറേ പിന്നെ നേതാക്കന്മാരും പറയുന്നത് നിങ്ങൾ 3 മക്കളെ ഉണ്ടാക്കണം, നിങ്ങൾ 10 മക്കളെ ഉണ്ടാക്കണം. കുറേ അച്ഛന്മാരും ഇറങ്ങിയിട്ടുണ്ട്. അവർ തറയിലച്ഛനും അല്ലാത്ത അച്ഛനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മക്കളെ ഉണ്ടാക്കണം ആവശ്യം പോലെ. അവർ വിവാഹം കഴിക്കില്ല, അവർക്ക് മക്കളുമില്ല. അവരാണ് പറയുന്ന ബാക്കിയുള്ളവർക്ക്. അവരാദ്യം ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ആദ്യം നമ്മൾ തുടങ്ങി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം മക്കളെ ഉണ്ടാക്കുന്നതെന്നും അവരെ പരിരക്ഷിക്കുന്നതെന്നും അവളെ വളർത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അത് ചെയ്തിട്ട് വേണം ജനങ്ങളോടത് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശാസ്ത്രം എവിടെ നിന്ന് വന്നു? സ്നേഹം എവിടെ നിന്ന് വന്നു? ധർമ്മവും നീതിയും എവിടെ നിന്ന് വന്നു? മാതാപിതാക്കളുടെ കാലിനടിയിലാണ് നിങ്ങളുടെ സ്വർഗം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിന്റെ മാതാവിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് യാതൊരു കാരണവശാലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എങ്ങനെ നീ എന്തെല്ലാം ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അത്രത്തോളം ബഹുമാനമാണ് സ്വന്തം മാതാവിന് സ്ത്രീക്ക് പിന്നെ ഇസ്ലാമും ഖുർആനും നമ്മുടെ സൃഷ്ടികർത്താവും നമ്മുടെ പ്രവാചകനും ഒക്കെ കൊടുക്കുന്നത്.